ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ ചക്ക പായസം റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ചക്ക നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പായസത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 1-ാം പാലും 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് 2-ാം പാലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചക്ക എടുത്തിട്ടുള്ളൂ. അതിന് ഇത്രയും തന്നെ തേങ്ങാപ്പാൽ മതിയാവും. ഇനി പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പക്ഷേ ശർക്കര ചേർത്താലേ നമുക്ക് നല്ല ഒരു ടേസ്റ്റ് തന്നെ പായസത്തിന് കിട്ടത്തുള്ളൂ. അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ശർക്കര ചേർക്കുമ്പോഴാണ്. പായസം വെക്കുന്നത് അലൂമിനിയത്തിൻ്റെ ഉരുളിയിലാണ്. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ കുറച്ച് നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആദ്യം നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും ഈ നെയ്യിൽ വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാവുന്നതാണ്. ചക്ക ഇങ്ങനെ അരയ്ക്കാതെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നല്ലപോലെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കയുടെ ഒരു പച്ച ടേസ്റ്റ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് 2-ാം പാൽ ചേർക്കാവുന്നതാണ്. പാൽ ചേർത്തിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് തന്നെ ആ പാലിൽ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാവുന്നതാണ്. മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. പാനി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പായസം കുറച്ചും കൂടി ലൂസായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാനൊരു തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഇരുന്ന് കുറുകുകയും ചെയ്യും നല്ലപോലെ. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ പശുവും പാൽ ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പശുവും പാൽ ചേർക്കുമ്പോൾ ഉണ്ടാകത്തില്ല. പായസത്തിന് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ജീരകവും ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും പായസത്തിന്. ഇപ്പോൾ നന്നായിട്ട് കുറുകി നല്ല തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ പാടില്ല, ചൂടാകുകയേ പാടുള്ളൂ. നല്ലപോലെ തിളപ്പിക്കാൻ പാടില്ല. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. നമ്മൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നില്ല. അടുപ്പിലിരിക്കുമ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് നല്ല പോലെ അതിരുന്ന് കുറുകുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞതുകൂട്ട് തന്നെ ലൂസ് ആക്കണമെങ്കിൽ ലൂസ് ആക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ചക്ക വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി നോക്കാൻ പറ്റുമെങ്കിൽ അതിലെല്ലാം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളതും നമ്മുടെ ചക്ക പായസത്തിന് തന്നെയാണ്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് തേങ്ങാപ്പാലിലും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. എന്നാലും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ആദ്യമേ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കിസ്മിസും നട്ട്സും അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് പറയുക എല്ലാവരും. നമുക്കിനി അടുത്ത ദിവസം കാണാം. താങ്ക്